പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലൊരു ദിവസം ഏവർക്കും ആശംസിക്കുന്നു. അർജുൻ്റെ ദേഹം നമുക്ക് അല്പമെങ്കിലും കിട്ടി, അത് നല്ല കാര്യം. ഞാനിന്ന് അർജുനെക്കുറിച്ച് പറയുന്നതിനൊക്കെ കൂടുതൽ ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മനാഫിക്ക, അദ്ദേഹത്തിൻ്റെ മനസ്സാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു മുതലാളിക്കും ഉണ്ടാകേണ്ട, മുതലാളി എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചിട്ടില്ല, സ്വന്തം വണ്ടിയുടെ ഡ്രൈവറോട് ഇത്ര കൂറ് പുലർത്തിയ ഒരു മനുഷ്യനെ കേരളം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പ പ്രയാസമായിരിക്കും. ഒന്നിനോടും താരതമ്യം ചെയ്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, എങ്കിൽ കൂടി ഞാൻ പറയണം, അദ്ദേഹം മനാഫ്ക കാണിച്ച ആ മനസ്സ്, അല്ലെ കാണിക്കുന്ന മനസ്സ്. അർജുൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനെ കൊണ്ടുതരും, എൻ്റെ വണ്ടിയുടെ ക്യാബിൻ തകർന്നു പോകില്ല, അതിനകത്ത് അവനുണ്ട്, എന്നിട്ട് അർജുനെ കൊണ്ട് അദ്ദേഹം വരും. എല്ലാ ആദരവും, കേരളത്തിൻ്റെ എല്ലാ ആദരവും. അങ്ങ് മലയാളിയെന്ന് തോന്നുന്നു, നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മനാഫ്ക, അങ്ങേ എവിടെങ്കിലും വെച്ച് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു ചുംബനം തന്നിട്ട് മരിച്ചാലും അത് സന്തോഷമായി കാണാനാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിൽ നിലനിന്നുകൊണ്ട് ഞാൻ ഏവർക്കും നന്മയോടെ മനാഫ്കയെ പോലുള്ള മുതലാളിമാർ, മനാഫ്കയെ പോലുള്ള മനുഷ്യർ ഈ ഭൂമിയിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം നേർന്നുകൊണ്ട്, മനാഫ്ക, അങ്ങയുടെ മനസ്സ് അങ്ങയുടെ മക്കൾക്ക് നന്മയാകട്ടെ, അങ്ങയുടെ ഭാര്യയ്ക്ക് നന്മയാകട്ടെ, അങ്ങയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് നന്മയാകട്ടെ. അർജുനോടൊപ്പം അങ്ങ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് ടി വിയിലൂടെങ്കിലും കാണാം. നല്ല ദിവസം മനാഫ്ക. അർജുനോടൊപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു കേരളക്കാർ മനാഫ്കയെക്കുറിച്ച്.